ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിതാ ചെറിയ പുളിമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ചീന്തി എടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടായിട്ട് അത്ര വലിയ മൺപാത്രം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ കുക്കറിലിട്ടത്. കുക്കറിലിട്ടിട്ട് അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവാൻ വെക്കാട്ടോ. നമുക്ക് എളുപ്പമുള്ളൊരു കൂട്ടാനാട്ടോ. നല്ല ടേസ്റ്റാണ്. പഴുത്ത മാങ്ങയും പിന്നെ അതിൽക്കൊരു ലേശം ഉപ്പിടാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും പുളിയും പിന്നെ അതിലൊരു ശർക്കരയൊക്കെ ഇടണം. നല്ല ടേസ്റ്റാണ് മാങ്ങ കഴിക്കാൻ കേട്ടോ. അതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടായിട്ടോ. ചെറിയ സ്പൂണാവണ്ട കേട്ടോ, ഞാൻ 2 പ്രാവശ്യം ഇട്ടത്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, എരിവിനുള്ള കുറച്ച് മുളക് പൊടി ഇട്ടോ. ഓവർ മുളക് പൊടി വേണ്ട, ഒരു ലേശം മതി. പിന്നെ അതിലൊരു അച്ച് ശർക്കര കേട്ടോ. അതും കൂടി ഇട്ടാൽ പിന്നെ കുക്കർ അടച്ച് വെച്ച് നല്ല വേവിക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ശർക്കര കുറച്ച് മതി. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 2 ശർക്കരയൊക്കെ ഇടാം കേട്ടോ. അത് വേകുമ്പോഴത്തേനും അതിലേക്ക് തേങ്ങ അരച്ചേക്കാം കേട്ടോ. തേങ്ങ, ചെറിയ ജീരകം, കുരുമുളക്, പച്ചമുളക് കേട്ടോ. പിന്നെ മോര് ഒഴിക്കണം. അതിനുള്ള മോര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ റെഡിയായി നല്ല വെന്ത് ആ ശർക്കരയൊക്കെ അരിഞ്ഞതായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫസ്റ്റ് മോരാട്ടോ ഒഴിക്കേണ്ടത്. നല്ല പുളിയുള്ള മോരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. പുളിയില്ലാത്തതാണെങ്കിൽ കുറച്ച് അധികം ഒഴിക്കാം കേട്ടോ. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അങ്ങനെയൊക്കെ ഒഴിച്ചായിട്ടോ. ഇന്ത്യയിൽ ലേശം പുളി കൂടിപ്പോയി കൂട്ടാൻ വെച്ചപ്പോഴത്തേനും. എന്നാലും നല്ല ടേസ്റ്റാട്ടോ. ആ മാങ്ങയിൽ പുളിയും ഉപ്പും എരിവൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വരണം കേട്ടോ. മോരൊഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ അടുത്ത് മാങ്ങ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മോരൊഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ, ജീരകം, പച്ചമുളക്, കുരുമുളക് കേട്ടോ. കുരുമുളക് ഇത്തിരി അധികം ഇട്ടാലും നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ എരിവ് ആ മാങ്ങയിലേക്ക് എരിവൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം തിളക്കാൻ വെക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വാങ്ങി വെക്കാം. അതൊന്ന് അല്ലെങ്കിൽ പിരിഞ്ഞു പോവുള്ളൂ തേങ്ങ കൂടി. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടോന്ന് ഓർമ്മയല്ല, ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഓർമ്മയല്ല കേട്ടോ. പക്ഷെ ഉണ്ടാക്കി ടേസ്റ്റ് കണ്ടപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ മാങ്ങക്കാലല്ലേ, മാങ്ങ കിട്ടുമല്ലോ. അപ്പോൾ അതാ തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് നിർത്തി വെക്കാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ട് കടുക് വറുത്തിടാനുള്ളത് കേട്ടോ. അതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ, വലിയ സ്പൂണാണെങ്കിൽ 2 സ്പൂൺ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സാദാ പൊട്ടിക്കുമ്പോൾ ഉലുവയും കടുകും ഉണക്കമുളകും കറിവേപ്പില. ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടണവർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇന്ന് ഉണ്ടാക്കിയ നാളേക്കിന് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ അതിന്. ആ പുളിയൊക്കെ കൂടുതൽ മാങ്ങയിലേക്ക് പൊടിക്കുമ്പോൾ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഇട്ടു. ഉലുവ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഉലുവ ആദ്യം കരിഞ്ഞു പോകും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അത്. കുറേ സമയമൊന്നും വേണ്ട. പിന്നെ ഉണ്ടാക്കണതൊന്നും സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ അടിച്ച് കളയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സ്പീഡ് കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. എളുപ്പം ഉണ്ടാക്കിയതാട്ടോ. ഈ സമയം തന്നെ ഇതിന് പിടിക്കുള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ. എളുപ്പമാണ്. മാങ്ങ കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി വെക്കാം. അതാ ഉണക്കമുളകൊന്ന് വറുത്ത് വന്നപ്പോൾ കറിവേപ്പില ഇട്ടു കേട്ടോ. ശർക്കര ഇടാൻ മറക്കരുത് കേട്ടോ. ശർക്കര നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 2 ശർക്കര അല്ലെങ്കിൽ 1 ശർക്കര മതി കേട്ടോ. അത്രയേ ഉള്ളൂ. കൂട്ടാനായി റെഡിയായി മാമ്പഴ പുളിശ്ശേരി. ആദ്യമൊന്നും ചെറിയ കുട്ടികൾക്കൊന്നും ഈ പുളിശ്ശേരി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. പിന്നെ അടുത്ത് മാങ്ങ എടുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂട്ടാനൊക്കെ ശരിയായി. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കുക.
മാങ്ങ കഴിച്ചിരിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് അറിയാം. അത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു